ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് ആക്സിലറേഷൻ. അപ്പോൾ ഞാൻ ആദ്യം എന്തല്ല ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് കോമൺലി മിക്കപ്പോഴും കണ്ടുവരുന്ന ഒരു മിസ്കൺസെപ്ഷൻ ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് സപ്പോസ് ഇപ്പൊ എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ആൻഡ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. സപ്പോസ് അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി v1 ആൻഡ് ഞാൻ ഈ ഒബ്ജക്റ്റ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിലാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണ്, അതിന് ഇനീഷ്യൽ ഒരു വെലോസിറ്റി ഉണ്ട്, ആ ഇനീഷ്യൽ വെലോസിറ്റി ആണ് v1 ആൻഡ് ആ ഒബ്ജക്റ്റ് കുറച്ച് ദൂരം മൂവ് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി v2 ആണ്, കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി v3 ആണ്. ക്വസ്റ്റ്യൻ എന്താണ് ആവറേജ് വെലോസിറ്റി? റൈറ്റ്. അപ്പോൾ കോമൺലി എഴുതുന്ന ഒരു മിസ്കൺസെപ്ഷൻ ആണിത്. ഓക്കെ, ഫസ്റ്റ് ആവറേജ് വെലോസിറ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണിത്. അതായത് ഞാൻ രണ്ട് ആരോ ഇട്ടിട്ട് അതിനിടയ്ക്ക് എഴുതുന്നത്. റൈറ്റ്. അപ്പോൾ ഈക്വൽ ടു v1 പ്ലസ് v2 പ്ലസ് v3 ബൈ 3. അതായത് ഓരോ ഇൻഡിവിജ്വൽ വെലോസിറ്റീസും ഞാൻ ആഡ് ചെയ്യും, എന്നിട്ട് എന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇത് തെറ്റാണ്. റൈറ്റ്. ഇങ്ങനെയല്ല ഇൻ ജനറൽ ആവറേജ് വെലോസിറ്റി, അതുപോലെ തന്നെ ആവറേജ് സ്പീഡ്, ആവറേജ് ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്. അപ്പൊ ചോദിക്കാം, എന്താണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ? എങ്ങനെയാണ് ആക്ച്വലി ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ ഫസ്റ്റ് ഞാൻ ആവറേജ് വെലോസിറ്റിയെ പറ്റി പറയാം. ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഇതാണ് എന്റെ എക്സ് ആക്സിസ്. ഓക്കെ, ഞാൻ വൺ ഡയമെൻഷണൽ മോഷനെ പറ്റി മാത്രം സംസാരിക്കുന്നത്. ഇനീഷ്യലി എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ പൊസിഷൻ ആണ് x1, അതിന്റെ ഫൈനൽ പൊസിഷൻ ആണ് x2. ഇതിനിടയ്ക്ക് ആ ഒബ്ജക്റ്റ് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. റൈറ്റ്. ആവറേജ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. അതായത് x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം. സപ്പോസ് ടൈം എന്ന് പറഞ്ഞാൽ t2 മൈനസ് t1. അതായത് ആ ഒബ്ജക്റ്റ് x1 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന ടൈമാണ് t1, x2 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന ടൈമാണ് t2. അങ്ങനെയാണെങ്കിൽ x1 നിന്ന് x2 പോകാൻ എടുത്ത ടൈമാണ് t2 മൈനസ് t1. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതാണ് ആവറേജ് വെലോസിറ്റിയുടെ ഡെഫിനേഷൻ. അപ്പൊ ചോദിക്കാം, ഇൻ ജനറൽ ഒരു പ്രോബ്ലം കിട്ടിയാൽ എങ്ങനെയാ ചെയ്യേണ്ടത്? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സിനാരിയോ ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലും ചെയ്ത ആ ഗിവൺ ടൈം ഇന്റർവെലിൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. റൈറ്റ്. ആ ഗിവൺ ടൈം ഇന്റർവെലിൽ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എന്നത് അവിടുത്തെ മോഷൻ ഏത് ടൈപ്പ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റൈറ്റ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ജോബാണ്. കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ അതിനടുത്ത ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ബേസിക്കലി ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. റൈറ്റ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ആവറേജ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ: ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ അതിനടുത്ത ടൈം. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇൻ ജനറൽ, റൈറ്റ്, ഞാൻ ഇപ്പൊ എഴുതിയ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷനെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ഫോമിൽ എഴുതാം. ഓക്കെ, റൈറ്റ്. എനിക്ക് പറയാം, ഓക്കെ, സപ്പോസ് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്: ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. എനിക്ക് ഓൾറെഡി അറിയാം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, അതായത് x2 മൈനസ് x1, അതായത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ t1 ടു t2 v dt. എനിക്ക് ഓൾറെഡി അറിയാം ഈ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ക്ലിയർ? അതായത് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടിയിൽ തന്നാൽ എനിക്ക് എന്ത് ചെയ്യാം? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫ്രം t1 ടു t2 എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? x2 മൈനസ് x1 കിട്ടും. റൈറ്റ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. റൈറ്റ്. എങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് ബേസിക്കലി ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ എനിക്ക് എഴുതാം ഈക്വൽ ടു ഇന്റഗ്രൽ t1 ടു t2 v dt ഡിവൈഡഡ് ബൈ അതിനടുത്ത ടൈം ഇന്റർവൽ. നമുക്കറിയാം ഇവിടെ അതിനടുത്ത ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t2 മൈനസ് t1 ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് പറയാം ഇൻ ജനറൽ ഇതാണ് ആവറേജ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. റൈറ്റ്. ഓക്കെ, ഈ എക്സ്പ്രഷൻ ഇൻ ജനറൽ ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ഒന്നും അസ്യൂം ചെയ്തിട്ടില്ല. അതായത് ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലാണോ പോകുന്നത്, അതോ യൂണിഫോം ആക്സലറേഷനിലാണോ, ഇതൊന്നും അസ്യൂം ചെയ്തിട്ടില്ല. ഇൻ ജനറൽ വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തന്നു കഴിഞ്ഞാൽ ബ്ലൈൻഡ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ടൈം ഇന്റർവൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മുടെ ആൻസർ. ഇനി ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സെപ്ഷണൽ കേസസ് നോക്കാം. സപ്പോസ് എന്റെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് യൂണിഫോം ആക്സലറേഷനിലാണെന്ന് വെക്കുക. നമുക്ക് നോക്കാം. സപ്പോസ് എന്റെ ഒബ്ജക്റ്റ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് അതിനൊരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, അതാണ് ആ ഇനിഷ്യൽ വെലോസിറ്റിയാണ് u, ആൻഡ് അത് മൂവ് ചെയ്യുന്നു, അതിന്റെ ആക്സലറേഷൻ ആണ് a, ആൻഡ് അതിന്റെ ഫൈനൽ വെലോസിറ്റിയാണ് v. എങ്കിൽ നമുക്ക് എന്തായാലും അറിയാം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ആ എസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി x2 മൈനസ് x1 ആണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഇനി നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഏത് ഇക്വേഷൻസ് യൂസ് ചെയ്യാം? മറ്റേ s is equal to ut plus half at square, v is equal to u plus at, v square is equal to u square plus 2as. ഈ ഇക്വേഷൻസ് ഒക്കെ എനിക്ക് യൂസ് ചെയ്യാം. സോ എനിക്ക് എഴുതാം ഈ ഒബ്ജക്റ്റ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിലാണെങ്കിൽ ഇതിന്റെ ഫൈനൽ വെലോസിറ്റിയുടെ സ്ക്വയർ ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ പ്ലസ്
2 times as. അല്ലെങ്കിൽ എനിക്ക് ഇതാന്ന് എഴുതാം, ദാറ്റ് ഇംപ്ലൈസ് s is equal to v square minus u square divided by 2a. റൈറ്റ്? എങ്കിൽ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് എന്ത് എഴുതാം? ആവറേജ് വെലോസിറ്റി is equal to v square minus u square divided by 2a whole divided by അതിനെടുത്ത ടൈം. എന്തിനെടുത്ത ടൈം? ഇനിഷ്യൽ വെലോസിറ്റി യുവിൽ നിന്നും ഫൈനൽ വെലോസിറ്റി വിയിലേക്ക് മാറാനെടുത്ത ടൈം. നമുക്ക് എക്സ്പ്രഷൻ ഉണ്ട്. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതിന്റെ v is equal to u plus at ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ഇതിനകത്ത് t is equal to v minus u divided by a. സോ എനിക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് എഴുതാം ഈ ടിക്ക് പകരം അതിവിടെ കൊടുത്താൽ എക്സ്പ്രഷൻ കൊടുത്താൽ v minus u divided by a. സോ എനിക്ക് എയും ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ 2. ഈ താഴെ കിടക്കുന്ന ഈ സാധനം മുകളിൽ വരും, ബിക്കോസ് ഞാൻ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. സോ ഇൻറ്റു 1 ബൈ വി മൈനസ് യു. സോ ഈ ടേമും കട്ട് ചെയ്ത് പോവും. അപ്പൊ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2. അതായത് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി യുവും അതിന്റെ ഫൈനൽ വെലോസിറ്റി വിയും ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം അതിന്റെ ആവറേജ് വെലോസിറ്റി. റൈറ്റ്? ഞാൻ ആ എക്സ്പ്രഷൻ ഇങ്ങോട്ട് എഴുതാം. അതിന്റെ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2 ആണ്. റൈറ്റ്? ഓക്കെ, ക്ലിയർ? ഓക്കെ, റൈറ്റ്. ആക്ച്വലി നമുക്ക് ഈക്വേഷൻ ഒരു തരത്തിൽ ഫെമിലിയർ ആണ്, ബിക്കോസ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതിയപ്പോൾ 4 ഇക്വേഷൻസ് ആയിട്ട് എഴുതിയ അതിൽ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അതായത് എസ് ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഈ ടീനെ ഇങ്ങോട്ടുണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എസ് ബൈ ടി. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം, അതായത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2. റൈറ്റ്? അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇൻ ജനറൽ ഇതാണ് ആവറേജ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. അത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ എനിക്ക് ആ കേസിൽ അത് ഇങ്ങനെ എഴുതാം. അതായത് അത് സിംപ്ലിഫൈ ചെയ്ത് ഈ സിമ്പിൾ ഫോമിലാവും. ഓക്കെ, റൈറ്റ്. എങ്കിൽ അടുത്ത സിനാരിയോ ആണ് യൂണിഫോം സ്പീഡ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് യൂണിഫോം സ്പീഡ് എന്ന്. അതിന്റെ ഡെഫിനിഷൻ എക്സാക്ട്ലി നമ്മുടെ യൂണിഫോം വെലോസിറ്റിയുടെ ഡെഫിനിഷന് സിമിലർ ആണ്. ഓക്കെ, പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്പീഡിന്റെ കേസിൽ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് പകരം ഡിസ്റ്റൻസ് ആയിരിക്കും. സോ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ആവറേജ് സ്പീഡിന്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സപ്പോസ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, അതിന്റെ വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്ന് വെച്ചോ. സപ്പോസ് അതിന്റെ വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഇതാണ്, അതായത് വി ഓഫ് ടി ഈക്വൽ ടു സം 18 മൈനസ് ടി. റൈറ്റ്? ഓക്കെ, റൈറ്റ്. നമ്മളിവിടെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്ക് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ എഴുതും ഓക്കെ റൈറ്റ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആവറേജ് വെലോസിറ്റി പോലെ എന്തോ സാധനം തന്നെയാണ്. എങ്കിൽ ഇവിടുത്തെ ആവറേജ് സ്പീഡ്, ഓക്കെ, സ്പീഡിന് ഞാൻ എസ് സിംബലാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്? സോ ആവറേജ് സ്പീഡ് ഈക്വൽ ടു മുമ്പത്തെ അതേ എക്സ്പ്രഷൻ, അതായത് നമ്മളിതാ ഈ ഇക്വേഷൻ അതുപോലെ ബ്ലൈൻഡ്ലി യൂസ് ചെയ്യാൻ പോകുന്നു വെച്ചോ. റൈറ്റ്? അതായത് ഞാനിങ്ങനെ ആയിരിക്കും എഴുതുന്നത് ഇന്റഗ്രൽ T1 to T2 VDT divided by T2 minus T1. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ അതിനെ റോങ് ആയിട്ട് ഇങ്ങനെ റീസൺ ചെയ്യുകയും ചെയ്യും. ഈ ഒബ്ജക്റ്റ് സ്ട്രൈറ്റ് ലൈനിലല്ലേ മൂവ് ചെയ്യുന്നത്, സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും സെയിം അല്ലേ? പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. പക്ഷെ സ്ട്രൈറ്റ് ലൈനിൽ അത് ഒരേ ഡയറക്ഷനിൽ വേണം മൂവ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആവത്തുള്ളൂ. റൈറ്റ്? സോ ഇൻ ജനറൽ സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആയാലും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം അല്ല. ബിക്കോസ് അവിടെ കർവ് ഒന്നും ഇല്ലെങ്കിലും ഈ പ്രശ്നം വരും. ബിക്കോസ് ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുവാണെന്ന് വെച്ചോ, എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇത്രയേ ഉള്ളൂ. അതേസമയം ഡിസ്റ്റൻസ് ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് ആണ്. ഓക്കെ, റൈറ്റ്. അതായത് നമ്മുടെ പ്രോബ്ലത്തിനകത്ത് എവിടെയെങ്കിലും ഒരു പോയിന്റ് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി റിവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അതൊരു ട്രാപ്പാണ്. നമ്മളത് കെയർഫുൾ ആയിരിക്കണം. അതായത് ആ ഒബ്ജക്റ്റ് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ മതി. അതേസമയം ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടി ആണ്. ഓക്കെ,
റൈറ്റ്. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഫംഗ്ഷൻ ഞാൻ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന ടൈം ഇന്റർവെല്ലിനിടയ്ക്ക് എപ്പോഴെങ്കിലും വെലോസിറ്റി റിവേഴ്സ് ചെയ്യുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ നോക്കാം. സപ്പോസ് ഞാൻ പറയുവാണ് ഫൈൻഡ് ആവറേജ് സ്പീഡ് ഓഫ് ദിസ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 0 to 20 seconds, റൈറ്റ്? 20 seconds എങ്കിൽ ഞാൻ എഴുതും ഓക്കെ 0 to 20 സെക്കൻഡിലേക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് ഇതാണ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. ക്ലിയർ? t ഈക്വൽ ടു 18 സെക്കൻഡ് ആകുമ്പോൾ ഇതിന്റെ വെലോസിറ്റി 0 ആവും. അപ് ടു 18 സെക്കൻഡ് വരെ ഈ നമ്പർ പോസിറ്റീവ് ആണ്. പക്ഷെ 18 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ 20 സെക്കൻഡ് പോകുന്നുണ്ട്. അതായത് അടുത്ത 2 സെക്കൻഡ് നേരത്തേക്ക്, അതായത് 19 സെക്കൻഡിലും 20 സെക്കൻഡിലും ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. ബിക്കോസ് 18 മൈനസ് ടി. ഓക്കെ, ടിന്റെ വാല്യൂ 18നെക്കാളും വലുതായി കഴിഞ്ഞാൽ 18 മൈനസ് ടി നെഗറ്റീവ് ആവും. അതായത് ഈ ഒബ്ജക്റ്റിന്റെ മോഷൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം അല്ല. അതേസമയം ഞാനിപ്പോ ടൈം ഈക്വൽ ടു 0 തൊട്ട് 16 വരെ ഉള്ള ആവറേജ് വെലോസിറ്റിയാണ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നെങ്കിൽ ഞാൻ ബേസിക്കലി ആവറേജ് വെലോസിറ്റി, അതായത് ഈ എക്സ്പ്രഷൻ തന്നെ യൂസ് ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. ബിക്കോസ് ആ ഒബ്ജക്റ്റ് സ്ട്രൈറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് നമുക്കറിയാം 0 തൊട്ട് 18 സെക്കൻഡ് വരെ ആ ഒബ്ജക്റ്റ് എത്രയോ ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ബിക്കോസ് വെലോസിറ്റി നെഗറ്റീവ് ആവുന്നുണ്ട്, സോ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡിസ്റ്റൻസും ആദ്യം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഡിസ്പ്ലേസ്മെന്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടിന്റെ അബ്സല്യൂട്ട് വാല്യൂസ് എടുത്ത് ആഡ് ചെയ്യണം. അതായത് ഞാൻ ഈ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുമ്പോൾ എനിക്കൊരു നമ്പർ കിട്ടും, ഞാൻ ഈ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുമ്പോൾ വേറൊരു നമ്പർ കിട്ടും. ഞാൻ രണ്ടിന്റെ അബ്സല്യൂട്ട് വാല്യൂ പോസിറ്റീവ് വേർഷൻ അത് വേണം എടുത്ത് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും? ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് കിട്ടും. എന്നിട്ട് ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് കെയർഫുൾ ആയിരിക്കേണ്ടത്. അതായത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ എന്റെ വെലോസിറ്റി റിവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിവേഴ്സ് ചെയ്യുന്ന ഇൻസ്റ്റന്റ് ഞാൻ ആ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ ടൈം ഇന്റർവെലിന് ഇടയ്ക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പീസ് വൈസ് ആയിട്ട് പ്രോബ്ലം ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. റൈറ്റ്, ഇവിടെ എന്തായാലും നമുക്ക് എഴുതാം ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു 0 തൊട്ട് 18 സെക്കൻഡ് വരെ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ഇന്റഗ്രൽ T1 ടു T2. T1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ 0 ആണ്. T2 എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ 18 ആണ്. 18 V of t എന്ന് പറഞ്ഞാൽ 18 മൈനസ് ടി dt, റൈറ്റ്? ഓക്കെ, പ്ലസ് ഇന്റഗ്രൽ 18 ടു 20. അഗെയിൻ നമ്മുടെ വെലോസിറ്റി 18 മൈനസ് ടി dt തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരും. ഈ സാധനം നെഗറ്റീവ് ആയിരിക്കും, ബിക്കോസ് അത് തിരിച്ചാ മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ പോസിറ്റീവ് വേർഷൻ വേണം എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ സാധനം വെറുതെ ആഡ് ചെയ്യരുത്, ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തിട്ട് ആഡ് ചെയ്യുക. ബിക്കോസ് ഈ നമ്പർ ഇറ്റ് സെൽഫ് നെഗറ്റീവ് ആണ്. സോ നമുക്ക് മൊത്തത്തിൽ ഇതിനെ ആഡ് ചെയ്യാൻ വേണ്ടത്. സോ ഞാൻ പുറത്തൊരു മൈനസ് സൈൻ കൊടുക്കുക, ഇത് മൈനസ് ആവും. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഓവറോൾ എനിക്ക് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഇതിന്റെ നമ്പർ കണ്ടുപിടിക്കുക, വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കുക, ഇതിന്റെ വാല്യൂ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് രണ്ടിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. റൈറ്റ്? ഓക്കെ, എന്തായാലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, ക്യാൻസലേഷൻ വരരുത്. ഓക്കെ, അതാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, എങ്കിൽ ഈ കേസിലാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ എഴുതാം? ഈക്വൽ ടു, ഞാനിപ്പോൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു, റൈറ്റ്, ഫസ്റ്റത്തെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 18t ഫ്രം ദ ലിമിറ്റ് 0 to 18 മൈനസ് t സ്ക്വയർ ബൈ 2 ഫ്രം ദ ലിമിറ്റ് 0 to 18, റൈറ്റ്? അടുത്തത് മൈനസ് 18t ഫ്രം ദ ലിമിറ്റ് 18 to 20 minus half t square from the limit 18 to 20. ഓക്കെ, ഞാൻ ലിമിറ്റ്സ് അപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു 18 അപ്പർ ലിമിറ്റ്, ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 18, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0. സോ ഓക്കെ, 18 സ്ക്വയർ ആണ് ബേസിക്കലി ഇത്. മൈനസ് ഹാഫ് ഇവിടെ കൊടുക്കുന്ന സമയത്ത് അവിടെ 18 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ മൈനസ് ഇവിടെ ആണെങ്കിലോ 18 times 20 minus 18 minus half 20 square minus 18 square, റൈറ്റ്? ഇത് എത്രയാണെന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ചെയ്യുക. ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ കിടക്കുന്ന നമ്പർ ഇതൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, റൈറ്റ്, ഇതൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ആ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടെ ചേർന്ന് പോസിറ്റീവ് ആവും. ബിക്കോസ് നമ്മളത്
ഐഡിയപരമായിട്ട് ഇട്ടതാണ് ഈ നെഗറ്റീവ് സൈൻ. ബിക്കോസ് ഓവറോൾ വരുന്ന മൈനസ് സൈൻ ക്യാൻസൽ ചെയ്ത് എനിക്ക് ഫുൾ പോസിറ്റീവായിട്ട് കിട്ടാനായിട്ട്. ആൻഡ് ഞാനിതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ഇതാണ് എൻ്റെ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ടൈം എത്രയാണ്? മൊത്തത്തിലുള്ള ടൈം 20 സെക്കൻഡ്സ്. ഇതാണ് ഈ കേസിൽ. റൈറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്തത് ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. സപ്പോസ് എൻ്റെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ആ ഒബ്ജക്റ്റിന് ഒരു വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്. അതിനുണ്ടാവുന്ന വെലോസിറ്റി ചേഞ്ച് ആണ് ഡെൽറ്റ വി. ഓക്കെ, ആ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവാനെടുത്ത ടൈം, സപ്പോസ് ആ ടൈമാണ് T2 മൈനസ് T1. ബിക്കോസ് ഞാൻ ഈ വെലോസിറ്റി ചേഞ്ചിന് ഞാൻ എങ്ങനെ ആയിരിക്കും എഴുതുന്നത്? ഇതിനെ ഞാൻ V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ, ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്തായാലും എഴുതുന്നത്. ഇതാണ് ആവറേജ് ആക്സിലറേഷന്റെ ഡെഫിനേഷൻ. അതായത് ടോട്ടൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ക്ലിയർ? ഓക്കെ, ശരി. എനിക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ എഴുതാം. അതായത് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ T2 മൈനസ് T1 ആൻഡ് V2 മൈനസ് V1. എന്താണ് V2 മൈനസ് V1? നമുക്ക് ഓൾറെഡി അറിയാം. ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈക്വൽ ടു ഇന്റഗ്രൽ T1 ടു T2 A ഓഫ് T dt. അതായത് എനിക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ഇന്റഗ്രൽ T1 ടു T2 A ഓഫ് T dt. റൈറ്റ്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തരുവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ആ പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലോടെ കൊടുക്കുക. എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടും ആവറേജ് ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് ഇത് ഒരു പർട്ടിക്കുലർ കേസിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് ഞാൻ സംസാരിക്കുന്നത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനെ പറ്റിയാണെന്ന് വെച്ചോ. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം ഈ എ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ബിക്കോസ് യൂണിഫോം ആക്സിലറേഷൻ ആണ് എന്ന് വെച്ചാൽ അത് എ, റൈറ്റ്. സോ ഞാൻ ഈ എ ഓഫ് ടിക്ക് പകരം ഞാൻ എ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ആവറേജ് ആക്സിലറേഷൻ. ഞാൻ ആവറേജിന് എപ്പോഴും യൂസ് ചെയ്യുന്ന സിമ്പൽ ഇതാണ്. എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ T2 മൈനസ് T1 ഇന്റഗ്രൽ T1 ടു T2 A dt വിച്ച് ഇസ് ഈക്വൽ ടു, എ കോൺസ്റ്റന്റ് ആണ്, അപ്പൊ എ പുറത്ത് വരും. A T2 മൈനസ് T1 ഇൻറ്റു ഇന്റഗ്രൽ T1 ടു T2 dt. ഓക്കെ, നമുക്കറിയാം വിച്ച് ഇസ് ഈക്വൽ ടു ആവറേജ് ആക്സിലറേഷൻ ഈക്വൽ ടു A ബൈ T2 മൈനസ് T1 ഇന്റഗ്രൽ dt. ഇന്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ T ഫ്രം ദ ലിമിറ്റ് T1 ടു T2. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്തോ കിട്ടും? T2 മൈനസ് T1, ഫ്രണ്ടിൽ ഒരു A ഉണ്ട്, T2 മൈനസ് T1, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. സോ വിച്ച് ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ. റൈറ്റ്. നമ്മൾ അല്ലെങ്കിൽ ഇത് എക്സ്പെക്ട് ചെയ്തതാ. ബിക്കോസ് യൂണിഫോം ആക്സിലറേഷൻ മോഷനാണ് പോകുന്നതെങ്കിൽ യൂണിഫോം ആണ് ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ വേരി ചെയ്യില്ല. എങ്കിൽ അതിന്റെ ആവറേജ് ആക്സിലറേഷൻ തന്നെയാണ്. ബിക്കോസ് നമ്പർ വേരി ചെയ്യുന്നില്ലല്ലോ. എങ്കിൽ നമുക്ക് ഇനി കുറച്ച് സിറ്റുവേഷൻസ് നോക്കാം. സപ്പോസ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഇത് 2 meters ആണ്, ഇത് 5 meters ആണ്. അതിനെടുത്ത ടൈം, ഓക്കെ, അതായത് ടോട്ടൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് 10 seconds. നമുക്കറിയേണ്ടത് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് ആക്സിലറേഷൻ, ആവറേജ് സ്പീഡ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ആവറേജ് വെലോസിറ്റി നോക്കാം. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ് ബേസിക്കലി ആവറേജ് വെലോസിറ്റി. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എത്രയാണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ബിക്കോസ് ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 2 square പ്ലസ് 5 square, അതായത് √2 square പ്ലസ് 5 square ഡിവൈഡഡ് ബൈ ടി. ടി എന്ന് പറഞ്ഞാൽ 10 seconds. അപ്പൊ ഇതാണ് ബേസിക്കലി ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി. അതേസമയം ആവറേജ് സ്പീഡ് ആണെങ്കിലോ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എത്രയാണ്? 2 + 5, അതായത് 7 ഡിവൈഡഡ് ബൈ 10. റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ആവറേജ് സ്പീഡ്. ഇനി വേറൊരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ സപ്പോസ് ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, അത് പോയിട്ട് തിരിച്ച് എക്സാക്ട്ലി അതേ പൊസിഷനിൽ തന്നെ എത്തി. എനിക്ക് അറിയേണ്ടത് ആവറേജ് വെലോസിറ്റി എത്ര, ആവറേജ് സ്പീഡ് എത്ര. റൈറ്റ്, സിമ്പിൾ. എനിക്ക് എഴുതാം ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു, റൈറ്റ്, ഈ സാധനം പോയെടുത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ അതിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0. സോ ആവറേജ് വെലോസിറ്റി 0 ഡിവൈഡഡ് ബൈ, സപ്പോസ് ഇത് ഫുൾ കറങ്ങി വരാൻ എടുത്ത സമയം 20 seconds. അങ്ങനെയാണെങ്കിൽ 20 ഈക്വൽ ടു 0. എങ്കിൽ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഈ സർക്കിളിന്റെ റേഡിയസ് r ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2πr. സോ 2πr ഡിവൈഡഡ് ബൈ 20.
അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തൊക്കെ പോകുന്ന സമയത്ത് പൈ ആർ ഡിവൈഡഡ് ബൈ 10, റൈറ്റ്? അപ്പോൾ ഇതാണ് ഈ കേസിൽ ആവറേജ് സ്പീഡ്. എങ്കിൽ ഓക്കെ, നമുക്ക് വെറുതെ കുറച്ച് കേസസ് നോക്കാം. സപ്പോസ് ഈ ഒബ്ജക്റ്റ് കറങ്ങി ഈ 3 o'clock പൊസിഷനിൽ എത്തുന്നു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്രയാന്ന് വെച്ചാൽ, റൈറ്റ്, ഈ ഡിസ്റ്റൻസ്, ബിക്കോസ് അതിന്റെ ഇനിഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ അതാണ്, സോ ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. 3 o'clock ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും ആറാണ്, ഈ ഡിസ്റ്റൻസും ആറാണ്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ വിത്ത് എ റൂട്ട് ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം. അതിന് എത്ര സമയം എടുത്തു? ഓക്കെ, സപ്പോസ് ഇത് യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ നമുക്കറിയാം ഇത് മുഴുവൻ റൊട്ടേറ്റ് ചെയ്യാൻ 20 seconds ആണെങ്കിൽ ഇവിടം തൊട്ട് ഇതുവരെ വരാൻ എത്ര സമയം എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 സെക്കൻഡിന്റെ 3/4. സോ നമ്മുടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 സെക്കൻഡിന്റെ 3/4, റൈറ്റ്? എന്ന് വെച്ചാൽ ഞാൻ സ്ലൈറ്റ്ലി സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? റൂട്ട് 2r സ്ക്വയർ ഡിവൈഡഡ് ബൈ 3/4 ഓഫ് 20 seconds. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? ഓക്കെ, നമുക്കറിയാം ഈ 4ന്റെ ഫാക്ടർ മുകളിൽ പോവും ആൻഡ് ആർ സ്ക്വയർ റൂട്ടിന് പുറത്ത് വരുമ്പോൾ 6 ആവും. സോ മുകളിൽ ഒരു 4ന്റെ ഫാക്ടർ വിത്ത് an r and a root 2 divided by 3 times 20. ഓക്കെ, റൈറ്റ്. കട്ട് ചെയ്ത് നമുക്ക് എന്തായാലും ആൻസർ കിട്ടും, റൈറ്റ്? എങ്കിൽ ആവറേജ് സ്പീഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഡിസ്റ്റൻസ്, ബിക്കോസ് ഇതിങ്ങനെയാ മൂവ് ചെയ്തേ. സോ ഈ ഡിസ്റ്റൻസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 ഓഫ് 2πr. സോ 3/4 ഓഫ് 2πr ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ 3/4 ഓഫ് 20 seconds. ഓക്കെ, റൈറ്റ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. സോ ഇതും ക്യാൻസൽ ചെയ്ത് പോയി. സോ ഒരു 10. സോ πr ഡിവൈഡഡ് ബൈ 10. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതേപോലെ സിംപ്ലസ്റ്റ് ജോമെട്രിക്കൽ കേസുകളിലൊക്കെ നമ്മൾ ആവറേജ് സ്പീഡോ ആവറേജ് വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് വേറൊരു സിനാരിയോ നോക്കാം. സപ്പോസ് എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ആൻഡ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണ്. അത് ആദ്യത്തെ T1 ടൈം ഇന്റർവെല്ലിൽ അത് മൂവ് ചെയ്ത വെലോസിറ്റിയാണ് V1. അടുത്ത T2 ടൈം ഇന്റർവെല്ലിൽ അത് മൂവ് ചെയ്ത വെലോസിറ്റിയാണ് V2. ആദ്യത്തെ ടൈം ഇന്റർവെല്ലിൽ അത് V1 യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അടുത്ത T2 ടൈം ഇന്റർവെൽ അത് യൂണിഫോം വെലോസിറ്റിയിലാണ് V2 മൂവ് ചെയ്യുന്നത്, റൈറ്റ്? അടുത്ത ടൈമിൽ അത് മൂവ് ചെയ്യുന്നത് T3 ടൈമിൽ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് V3, എക്സെട്ര, റൈറ്റ്? എക്സെട്ര. ഓക്കെ, റൈറ്റ്. നമുക്ക് ഓക്കെ അപ് ടു നമുക്കിപ്പോൾ V3 വരെ മതി. ഓക്കെ, അതാണ് കുറച്ചുകൂടെ സിമ്പിൾ, റൈറ്റ്? ഇപ്പൊ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ അതിനടുത്ത ടൈം. ഈ കേസിൽ നമുക്കറിയാം അതിനടുത്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1 പ്ലസ് T2 പ്ലസ് T3. സോ നമ്മുടെ അടുത്ത ചലഞ്ച് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന്. നമുക്കറിയാം ഈ ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് തേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഫസ്റ്റ് ടൈമിൻ്റെയുള്ളത് മൂവ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V1 T1, ബിക്കോസ് യൂണിഫോം വെലോസിറ്റിയിലാണ് ഫസ്റ്റ് ടൈമിൻ്റെ പോയെ. അടുത്ത ടൈമിൻ്റെ ഉള്ള യൂണിഫോം വെലോസിറ്റിയാണ്, സോ അഗൈൻ V2 T2. അടുത്ത ടൈമിലുള്ള യൂണിഫോം വെലോസിറ്റിയാണ്, സോ V3 T3. സപ്പോസ് ഇവിടെ ആക്സലറേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? S is equal to ut plus half a t square വെച്ചിട്ട് ഞാൻ ആ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു, റൈറ്റ്? ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2 പ്ലസ് T3, റൈറ്റ്? അപ്പൊ ഇതാണ് ഈ കേസിൽ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ അടുത്തൊരു കേസ് ആലോചിക്കുകയാണ്. സപ്പോസ് ഇവിടെയുള്ള ഓരോ ടൈം ഇന്റർവെൽസും, അതായത് ഈ ഓരോ ടൈം ഇന്റർവെൽസും ഈക്വൽ ആണ്. ഓക്കെ, റൈറ്റ്. അതായത് ഇഫ് T1 ഈക്വൽ ടു T2 ഈക്വൽ ടു T3 ഈക്വൽ ടു സം T, റൈറ്റ്? എങ്കിൽ ഈ ഇക്വേഷൻ എന്ത് വ്യത്യാസം വരും നോക്കാം. എങ്കിൽ ഞാൻ എഴുതും എൻ്റെ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു V1T പ്ലസ് V2T പ്ലസ് V3T ഡിവൈഡഡ് ബൈ T പ്ലസ് T പ്ലസ് T, റൈറ്റ്? എനിക്ക് എല്ലാത്തിനും T കോമൺ എടുക്കാം. സോ T പുറത്തു പോയി കഴിഞ്ഞാൽ V1 പ്ലസ് V2 പ്ലസ് V3 ഡിവൈഡഡ് ബൈ താഴെ 3T. എനിക്ക് Tയും Tയും ക്യാൻസൽ ചെയ്യാം. സോ എനിക്ക് കിട്ടി ആവറേജ് വെലോസിറ്റി ഈസ് ഇക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ഡിവൈഡഡ് ബൈ 3, റൈറ്റ്? ഇതായിരുന്നു നമ്മുടെ പഴയ ഫേവറേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. അതായത് ഇപ്പം നമുക്ക് മനസ്സിലായി ഇൻ ജനറൽ ഒരു ഒബ്ജക്റ്റ് 3 ഡിഫറെന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് V1 പ്ലസ് V2 പ്ലസ് V3 ഡിവൈഡഡ് ബൈ 3 അല്ല. ഓക്കെ, അത് എപ്പം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ?
ആ ഒബ്ജക്റ്റ് ഈക്വൽ ടൈം ഇന്റർവെൽസിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ മാത്രമേ വെലോസിറ്റീസിന്റെ ടോട്ടൽ സമ്മിനെ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ കൺവെൻഷനലി നമ്മുടെ ആവറേജ്, ഓക്കെ റൈറ്റ്, അത് നമ്മുടെ ആക്ച്വൽ ആവറേജ് വെലോസിറ്റി ആയിട്ട് മാച്ച് ആവത്തുള്ളൂ, റൈറ്റ്. അപ്പൊ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എനിക്ക് ഇതുപോലെ തന്നെ ആക്സലറേഷന്റെ സിനാരിയോ എനിക്ക് ചെയ്യാം. അതായത് സപ്പോസ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, റൈറ്റ്, അത് ആദ്യത്തെ ഒരു T1 ടൈം ഇന്റർവെൽ അത് A1 യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്തു, റൈറ്റ്. അത് കഴിഞ്ഞാൽ അടുത്ത T2 ടൈം ഇന്റർവെലിൽ ആ ഒബ്ജക്റ്റ് A2 യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്തു. അടുത്ത T3 ടൈം ഇന്റർവെലിൽ അത് A3 യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്തു. സോ നമുക്ക് ചോദിക്കാം ആവറേജ് ആക്സലറേഷൻ എത്ര? സോ നമുക്ക് പറയാം ആവറേജ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ അതിനകത്തെ ടൈം, അതായത് T1 പ്ലസ് T2 പ്ലസ് T3. ടോട്ടൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇന്റർവെൽ ഉണ്ടായ ചേഞ്ച് ഓഫ് വെലോസിറ്റിയുടെ സം. ഫസ്റ്റത്തെ ഇന്റർവെല്ലിൽ നമുക്കറിയാം അത് യൂണിഫോം ആക്സലറേഷനിലാണ് മൂവ് ചെയ്ത് പോയത്. യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് നമുക്ക് ഓൾറെഡി അറിയാം. യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ V is equal to U plus AT. സോ വെലോസിറ്റി ചേഞ്ച് അതായത് V minus U equal to AT, അത്രയേ ഉള്ളൂ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് എന്തോ എഴുതാം, ഫസ്റ്റത്തെ ഈ ഇന്റർവെല്ലിൽ ഉണ്ടാവുന്ന വെലോസിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ A1 T1, അടുത്ത ഇന്റർവെൽ ആണെങ്കിൽ A2 T2, അടുത്ത ഇന്റർവെൽ ആണെങ്കിൽ A3 T3 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2 പ്ലസ് T3, റൈറ്റ്. സോ ഇതാണ് നമ്മുടെ ആവറേജ് ആക്സലറേഷന്റെ എക്സ്പ്രഷൻ. അതേസമയം സപ്പോസ് ഈ ഓരോ ടൈം ഇന്റർവെൽസും സെയിം ആണെന്ന് വെച്ചു, അതായത് ഇഫ് T1 ഈക്വൽ ടു T2 ഈക്വൽ ടു T3, റൈറ്റ്, ഈക്വൽ ടു T, അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ എന്താവും? A1 T പ്ലസ് A2 T പ്ലസ് A3 T ഹോൾ ഡിവൈഡഡ് ബൈ 3T. എനിക്ക് T എല്ലായിടത്തും നിന്ന് ക്യാൻസൽ ചെയ്യാം. സോ എനിക്ക് കിട്ടും എന്റെ ആവറേജ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 പ്ലസ് A3 ഡിവൈഡഡ് ബൈ 3. ഓക്കെ റൈറ്റ്. അതായത് നമുക്കിപ്പോൾ വേറൊരു കാര്യം മനസ്സിലായി, ആവറേജ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആക്സലറേഷനും ആഡ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതല്ല. ഇൻ ജനറൽ എന്ന് പറഞ്ഞാൽ ഇത് എന്തായിരുന്നു? ഇന്റഗ്രൽ T1 ടു T2 A dt ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ T2 മൈനസ് T1. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആൻസർ കിട്ടും എപ്പോ? ഒരു ഒബ്ജക്റ്റ് ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഇന്റർവെൽസിൽ, അതായത് ഈക്വൽ ആയിട്ടുള്ള ടൈം ഇന്റർവെൽസിൽ അത് യൂണിഫോം ആക്സലറേഷനിൽ അത് മൂവ് ചെയ്യുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ സിനാരിയോയിലാണെങ്കിൽ അതിന്റെ ആവറേജ് ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെ ആക്സലറേഷൻ ആഡ് ചെയ്ത് എണ്ണം കൂടെ ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു ക്വസ്റ്റൻ നോക്കാം. സപ്പോസ് എന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ് V is equal to E raised to 3T, റൈറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് ആക്സലറേഷൻ ബിറ്റ്വീൻ T is equal to 3 seconds to 3 is equal to 6 seconds. മൂന്നാമത്തെ സെക്കൻഡിനും ആറാമത്തെ സെക്കൻഡിനോടുള്ള ആവറേജ് വെലോസിറ്റിയും ആവറേജ് ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ റൈറ്റ്. നമുക്ക് ആദ്യം ആവറേജ് ആക്സലറേഷൻ കണ്ടുപിടിക്കാം, അതാണ് കുറച്ചും കൂടെ ഈസി, റൈറ്റ്. നമുക്ക് എഴുതാം ആവറേജ് ആക്സലറേഷൻ ഈക്വൽ ടു V2 മൈനസ് V1. ഓക്കെ, അല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ V2 എന്ന് എഴുതുന്നില്ല. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് 6 മൈനസ് വെലോസിറ്റി അറ്റ് 3 ഡിവൈഡഡ് ബൈ അതിനിടയ്ക്കുള്ള ഡിഫറൻസ്, അതായത് 6 മൈനസ് 3. ഓക്കെ റൈറ്റ്. ഇനി വെലോസിറ്റി അറ്റ് 6 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? E raised to 3 ടൈംസ് 6 മൈനസ് E raised to 3 ടൈംസ് 3 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3. 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 3. സോ എനിക്ക് കിട്ടി എന്റെ ആവറേജ് ആക്സലറേഷൻ, ബിക്കോസ് ആവറേജ് ആക്സലറേഷൻ വെലോസിറ്റി ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം ഈക്വൽ ടു E raised to 6 into 3, അതായത് 18 മൈനസ് E raised to 9 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പൊ ഇതാണ് ആവറേജ് ആക്സലറേഷൻ. അപ്പൊ അടുത്താണ് ആവറേജ് വെലോസിറ്റി, റൈറ്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഇപ്പൊ ആവറേജ് സ്പീഡ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഓക്കെ നമ്മളൊന്ന് കുറച്ച് കെയർഫുൾ ആവണം. കാരണം നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ആണ്, ബിക്കോസ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ വെലോസിറ്റിയുടെ സൈൻ എവിടെയെങ്കിലും വെച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം, റൈറ്റ്. പക്ഷെ ഇവിടെ നമ്മുടെ ലക്ക് ഇവിടെ ഉള്ളത് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സോ ഡയറക്ട്ലി ഇന്റഗ്രേറ്റ് ചെയ്യുക, ആൻസർ ചെയ്യുക. സോ നമുക്ക് എഴുതാം ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഇന്റഗ്രൽ ഇനിഷ്യൽ ടു ഫൈനൽ, അതായത് 3 to 6 V dt. V എന്ന് പറഞ്ഞാൽ E raised to 3T dt ഡിവൈഡഡ് ബൈ അതിനിടയ്ക്കുള്ള ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞാൽ 6 മൈനസ് 3, റൈറ്റ്. ഞാനിത് ഇന്റഗ്രേറ്റ് ചെയ്ത് എനിക്ക് കിട്ടും E raised to 3T യുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E raised to 3T by 3 from the limit 3 to 6 whole divided by 6 minus 3. 6 minus 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ
1/9 e raised to 3 times 6 minus e raised to 3 times 3. ഓക്കെ റൈറ്റ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതാണ് ബേസിക്കലി നമ്മുടെ ആവറേജ് വെലോസിറ്റി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ പാർട്ടിക്കിൾ കവേഴ്സ് ഹാഫ് ഓഫ് ഇറ്റ്സ് ടോട്ടൽ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v1. ഓക്കെ റൈറ്റ്. ആൻഡ് റെസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് v2. ഇറ്റ്സ് ആവറേജ് സ്പീഡ് ഡ്യൂറിങ് ദ കംപ്ലീറ്റ് ജേർണി. നമുക്കതാണ് വേണ്ടത്. അതായത് നമ്മുടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിൾ ടോട്ടൽ എത്രയോ ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എസ് എന്ന് എടുത്തോ. അതിന്റെ ഹാഫ് മൂവ് ചെയ്തത്, അതായത് s/2 മൂവ് ചെയ്തത്, റൈറ്റ്, എത്ര സ്പീഡിലാണ്? v1. അടുത്ത s/2 മൂവ് ചെയ്തത് എത്ര സ്പീഡിലായിരുന്നു? v2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ആവറേജ് സ്പീഡ്. ഓക്കെ റൈറ്റ്. ഒന്നും തിങ്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ആദ്യം അതിന്റെ ഡെഫിനേഷൻ എഴുതുക, എന്നിട്ട് തിങ്ക് ചെയ്യുക, റൈറ്റ്. സോ നമുക്ക് എഴുതാം, നമുക്ക് വേണ്ടത് ആവറേജ് സ്പീഡാണ്. സോ നമുക്ക് എഴുതാം ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. സോ റൈറ്റ്. ആൻഡ് ഈ ഒബ്ജക്റ്റ് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, റിവേഴ്സ് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എസെൻഷ്യലി സെയിം ആണ്. ഓക്കെ, സോ കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം. സോ ഇവിടെ നമ്മുടെ ഫ്രണ്ടിലുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ പ്രോബ്ലത്തിനകത്ത് ഡിസ്പ്ലേസ്മെന്റും എന്താണ് തന്നിട്ടില്ല, അതായത് ടോട്ടൽ ഡിസ്റ്റൻസും തന്നിട്ടില്ല, ടോട്ടൽ ടൈമും തന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ പ്രൊസീഡ് ചെയ്യും? പക്ഷെ ഒന്ന് തിങ്ക് ചെയ്താൽ നമുക്കറിയാം ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ. അതായത് നമുക്ക് എന്തായാലും എഴുതാം, ഓക്കെ റൈറ്റ്, ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എസ് ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ദേ ഇവിടം തൊട്ട് ഇതുവരെ പോകാൻ എടുക്കുന്ന ടൈം പ്ലസ് ഇവിടം തൊട്ട് ഇതുവരെ പോകാൻ എടുക്കുന്ന ടൈം ഞാൻ കൺസിഡർ ചെയ്യുന്നു. സോ ഫസ്റ്റ് ഹാഫ് അത് മൂവ് ചെയ്യേണ്ട ടൈമാണ് t1, സെക്കൻഡ് ഹാഫ് മൂവ് ചെയ്യേണ്ട ടൈമാണ് t2. സോ ഞാൻ t1 ഉം t2 സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് നോക്കാം. ഈ ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലാണ് ഇവിടം തൊട്ട് ഇതുവരെ മൂവ് ചെയ്തത്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഇൻറ്റു അത് മൂവ് ചെയ്യാനെടുത്ത ടൈം, അത് t1 ഈക്വൽ ടു s/2. ഞാനിപ്പോ പറഞ്ഞത് ഫസ്റ്റത്തെ ഈ മോഷന്റെ പാർട്ടിനെ പറ്റിയാണ്, റൈറ്റ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് t1 is equal to s/2 v1, റൈറ്റ്. അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട്, മോഷന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എഴുതാം v2 times t2 ഈക്വൽ ടു അഗെയിൻ s/2 ബിക്കോസ് സെയിം ഡിസ്റ്റൻസ്, ഹാഫ് ആ മൂവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് t2 ഈക്വൽ ടു s/2 v2. സോ എനിക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് കിട്ടും ആവറേജ് സ്പീഡ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ, ഓക്കെ രണ്ടിനും ഒരേ നൊട്ടേഷൻ ആണ്, കൺഫ്യൂഷൻ വരരുത്, ഡിവൈഡഡ് ബൈ t1 എന്ന് പറഞ്ഞാൽ എസ് ഡിവൈഡഡ് ബൈ 2v1 പ്ലസ് എസ് ഡിവൈഡഡ് ബൈ 2v2. രണ്ടിൽ നിന്ന് എനിക്ക് എസ് കോമൺ എടുക്കാം. സോ എസ് കോമൺ പോയി. സോ 1/2v1 പ്ലസ് 1/2v2, എസും എസും കട്ടായി. സോ എനിക്ക് സ്ലൈറ്റ്ലി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എനിക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 2v2, ഓക്കെ റൈറ്റ്, 1/2v2 പ്ലസ് 2v1 ഡിവൈഡഡ് ബൈ 4v1 v2. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 4v1 v2 ഡിവൈഡഡ് ബൈ 2 ടൈംസ് v1 പ്ലസ് v2. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒരു 2ന്റെ ഫാക്ടർ വരും. സോ 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2, റൈറ്റ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ആവറേജ് സ്പീഡ്, റൈറ്റ്, ആവറേജ് സ്പീഡ് ആൻഡ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ഫോർ എ പാർട്ടിക്കിൾ v of t is equal to t minus 2t between 1 second to 3 second. ഓക്കെ റൈറ്റ്. ഇവിടെ നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം, ബിക്കോസ് നമ്മുടെ സ്പീഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് രണ്ടാമത് തിങ്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം, അത് ഈസിയാണ്. സോ എനിക്ക് എഴുതാം ആവറേജ് വെലോസിറ്റി, ഓക്കെ റൈറ്റ്, ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു, നമുക്കറിയാം അതിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ 1/ടൈം ഇന്റർവൽ. ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 - 1 ഇന്റഗ്രൽ t1 to t2 എന്ന് പറഞ്ഞാൽ 1 to 3 വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 4 - 2t dt, റൈറ്റ്. ഇതാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി എക്സ്പ്രഷൻ. സോ അത് ഇവാലുവേറ്റ് ചെയ്യാൻ എനിക്ക് എഴുതാം 1/2, റൈറ്റ്. ഞാൻ ആ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഓക്കെ റൈറ്റ്, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4t ഫ്രം ദ ലിമിറ്റ് 1 to 3 - 2
t square by 2 from the limit 1 to 3. Right. ഞാനത് സിംപ്ലിഫൈ ചെയ്താൽ എനിക്ക് കിട്ടും half times, right, 4 times 3 minus 1 minus 3 square, right, 3 square എന്ന് പറഞ്ഞാൽ 9 minus 1. ഓക്കെ, റൈറ്റ്. കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് എഴുതാം ഹാഫ് ടൈംസ് 4 ടൈംസ് 2, അതായത് 8 മൈനസ് 9 മൈനസ് 1, 9 മൈനസ് 1, ഓക്കെ, അഗെയിൻ 8, റൈറ്റ്. സോ ഈക്വൽ ടു 0. സോ നമുക്ക് കിട്ടി ഇതിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അടുത്താണ് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നോക്കണം. അതായത് എനിക്കറിയാം നമ്മുടെ വെലോസിറ്റി, അതായത് വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടി മൈനസ് 4 മൈനസ് 2t ആണ്, റൈറ്റ്. നമ്മുടെ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ 1 to 3 ആണ് നമ്മുടെ ഇന്റർവെൽ. അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഈ 1 to 3 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഈ ഒബ്ജക്റ്റ് എവിടെയെങ്കിലും വെച്ച് റെസ്റ്റിലാകുമോന്ന്. ബിക്കോസ് റെസ്റ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇൻസ്റ്റന്റ് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാം, റൈറ്റ്. അപ്പൊ നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഞാൻ v ഈസ് ഈക്വൽ ടു 0 കൊടുത്താൽ എനിക്ക് പറയാം ദാറ്റ് ഇംപ്ലൈസ് 4 മൈനസ് 2t ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് 4 ഈക്വൽ ടു 2t അല്ലെങ്കിൽ t ഈസ് ഈക്വൽ ടു 2, റൈറ്റ്. അതായത് നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് ഞാൻ t ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 0 ആണ്. ടീന്റെ വാല്യൂ 2-നെക്കാളും ഒരു ബിഗർ നമ്പർ ആണ്, അതായത് ഇവിടെ ഒരു 2-നെക്കാളും വലിയ നമ്പർ ആണ് വരുന്നതെങ്കിൽ ഈ ഓവറോൾ നമ്പർ, അതായത് 2 ടൈംസ് t 4-നെക്കാളും വലുതായിരിക്കും, ഇത് നെഗറ്റീവ് ആവും. ആൻഡ് നമ്മുടെ ടീന്റെ വാല്യൂ 2-നെക്കാളും ചെറുതാണെങ്കിൽ, റൈറ്റ്, ഈ ഓവറോൾ നമ്പർ 4-നെക്കാളും ചെറുതായിരിക്കും. സോ ഇത് പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് മനസ്സിലായി ആദ്യത്തെ 1 to 2 സെക്കൻഡ്സ് വരെ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് 2 to 3 സെക്കൻഡിലെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. സോ ഞാൻ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. സോ എനിക്ക് എഴുതാം എൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ഫസ്റ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 4 minus 2t dt plus integral 2 to 3 4 minus 2t dt. ആൻഡ് എനിക്കറിയാം ഈ സാധനം നെഗറ്റീവ് ആണ് വരാൻ പോകുന്നത്, ബിക്കോസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു മൈനസ് സൈൻ ഇവിടെ കൊടുക്കും. ക്ലിയർ? സോ എനിക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ എനിക്ക് എഴുതാം which is equal to, ഇനി ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക, ജസ്റ്റ് മാത്തമാറ്റിക്സ്. 4 ഫസ്റ്റ് ഞാൻ ഇന്റഗ്രൽ dt, അത് t ആണ്. സോ t ഫ്രം ദ ലിമിറ്റ് 1 to 2 മൈനസ് 2 t സ്ക്വയർ ബൈ 2 ഫ്രം ദ ലിമിറ്റ് അഗെയിൻ 1 to 2 പ്ലസ്, ഓക്കെ, റൈറ്റ്. ഇപ്പുറത്തെ ഇന്റഗ്രൽ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എഴുതാം -4, ഓക്കെ, ടൈംസ് t ഫ്രം ദ ലിമിറ്റ് 2 to 3, റൈറ്റ്. അടുത്ത മൈനസ് സൈൻ അകത്ത് പോവും. സോ അടുത്ത ടേം പ്ലസ് ആണ്, പ്ലസ് 2 by 2 t സ്ക്വയർ ഫ്രം ദ ലിമിറ്റ് 2 to 3, റൈറ്റ്. സോ ഇത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് എഴുതാം 4 2 minus 1 എന്ന് പറഞ്ഞാൽ 1. സോ ഞാൻ ആ ടേം എഴുതണ്ട, മൈനസ് 2 2 ക്യാൻസൽ ചെയ്ത് പോയി, 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അതായത് 4 minus 1 എന്ന് പറഞ്ഞാൽ 3, ഓക്കെ, മൈനസ് 4 ടൈംസ് 3 minus 2 എന്ന് പറഞ്ഞാൽ അഗെയിൻ 1. സോ അത് 4 തന്നെ, പ്ലസ് 2 2 ക്യാൻസൽ ചെയ്ത് പോയി, 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 മൈനസ് 2 സ്ക്വയർ, അതായത് 4, അതായത് 9 മൈനസ് 4, അതായത് 5. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇത് ഓക്കെ, എനിക്ക് 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം, ബാക്കി 5 minus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, റൈറ്റ്. സോ നമുക്ക് മനസ്സിലായി ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ്, അത് കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 meters ആണ്. സോ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഡിഫറൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2, ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എത്രയായിരുന്നു? 3 to 1, അതായത് 2, അതായത് 3 minus 1 ഈക്വൽ ടു 1, ഓക്കെ, 1 meter per second. അപ്പൊ ഇതാണ് നമ്മുടെ ആവറേജ് സ്പീഡ്.